ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിന്നൊരു വീഡിയോ ഇടുന്നല്ലേ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ അമ്മയുടെ. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഒരു ചെറിയ പായസം എൻ്റെ വക അമ്മയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന്. അതിനുള്ള തുടക്കം കുറിക്കുകയാണ്. സാധാരണ അച്ഛനാണ് ഈ പായസത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ വെച്ച് നല്ല ടേസ്റ്റുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. യൂട്യൂബ് നോക്കിയാണ് ഇത്. ഇവിടെ ഫോണൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. യൂട്യൂബ് നോക്കിയുള്ള പായസങ്ങൾക്കാണ്. എന്താവും നമുക്ക് നോക്കാം. ക്രിസ്മസിലാണ് എൻ്റെ അമ്മ ചൂടായില്ലായിരുന്നു. അമ്മ ഓടിവാ, അമ്മേ എനിക്കൊരു തവി എടുത്തു. അമ്മ ഓടിവാ, അമ്മേ ഒരു തവി എടുത്തു. ഇനി കണ്ടല്ലോ, നല്ല ഉണ്ടപ്പരല് പോലെ നമ്മുടെ മുന്തിരിങ്ങ ആയി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മുന്തിരിങ്ങ കാണുമ്പോൾ എന്തെന്ന് അറിയാൻ പോലെ ഭയങ്കര സന്തോഷം. ഇന്ന് ഞാനും കുഞ്ഞുവാവയും കൂടെയാണ് അമ്മയ്ക്ക് പായസം ഉണ്ടാക്കുന്നത്. ക്യാഷിനിട്ടിട്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ച് സേമിയ ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താണ് തിളക്കാത്തത്? ഒരാവേശത്തിൽ പായസം ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. വലയ്ക്കരുത്. വളരെ നന്ദിയുണ്ട്. ഇതെന്താണമ്മ തിളക്കാത്ത? തിള അങ്ങോട്ട്. ചൂട് എന്തൊരു ചൂടാണ്. എന്തൊരു കഷ്ടപ്പാടാന്നല്ലേ. അമ്മ പായസം ഉണ്ടാക്കിയാലേ അമ്മക്ക് ഇത്ര കഷ്ടപ്പാടില്ലായിരുന്നു അല്ലേ. ഇപ്പൊ വീശി കഷ്ടപ്പാട്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തനിയെടുത്ത് കുടിക്കാത്ത ഞാനാണ്. ഇപ്പൊ പായസം ഉണ്ടാക്കുന്നത് ശരതയുടെ വർക്കിന് പോയത് കൊണ്ടാണ്. ശരതയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരതയുടെ നോക്കും, ഓഹോ അപ്പൊ പണിയൊക്കെ എടുക്കാൻ പറ്റുമല്ലേ. അത് പറ്റിയിട്ടല്ല കേട്ടോ, സ്നേഹം കൊണ്ടാ. സത്യത്തിൽ നിന്ന് ശരതേടനും കൂടെ വേണ്ടതായിരുന്നു. ശരതേടന് വർക്കുണ്ട്, അത് ഈവനിങ് കിട്ടും. ശരതേടന് വേണ്ടി ഞാൻ പായസം തിന്നണ്ട കേട്ടോ. പഞ്ചസാര കുറച്ചേ ഇടുന്നുള്ളൂ. ഇവിടെ ഞാൻ ഷുഗർ കഴിക്കത്തില്ല, എനിക്ക് ഷുഗർ കഴിക്കാൻ പാടില്ല. പാചകം അത്ര എളുപ്പമുള്ള പണിയില്ല കേട്ടോ. അപ്പോഴേക്കും ഡാഡിക്കുളി വന്നു. അമ്മ ഓടിച്ചതും ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. ഞാൻ അടുക്കളയിൽ തന്നെയാണ്. പൊന്നുമാണ് വീഡിയോ ഒക്കെ എടുത്തത്. അച്ഛനോട് കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് കേക്ക് കളക്ട് ചെയ്തിട്ടാണ് വന്നത്. അച്ഛനെ കണ്ടത് റോക്കി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അച്ഛൻ അവരോട് നോക്കി ഹായ് കാണിച്ചത്. അച്ഛൻ്റെ ചിരിച്ചോടുള്ള വരവ് കണ്ടില്ലേ. ഞാൻ ആ പായസം ഉണ്ടാക്കുന്നത് അച്ഛന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. അമ്മയോട് ഞാൻ ഇച്ചിരി ഏലക്ക പൊടിച്ചോണ്ട് വരാൻ വന്നപ്പോൾ അമ്മ അവിടെ ഏലക്കയായിട്ട് യുദ്ധം താഴെ ഇരുന്നുകൊണ്ട്. ഉപ്പിട്ട് ചോടാ കുടിക്കേണ്ട അവസ്ഥയായി. ഭയങ്കര പാടാണ് ഈ പാചകം. പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യമായിട്ട് ഞാൻ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും കൊണ്ടുവാ. അമ്മ അവിടെ ഏലക്ക പൊടിച്ചോണ്ടിരിക്കണേ. ബർത്ത്ഡേക്കാരി അങ്ങനെ ചുമ്മാ ഇരിക്കും. ബർത്ത്ഡേക്കാരി ഏലക്കാപ്പൊടി കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ പായസം ചടവളമാവും. ഏലക്ക പൊടിച്ച ഓക്കെ. ഏലക്ക പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്.
എന്തൊരു സന്തോഷം. സാധനം കൊള്ളാം. കളാ സെറ്റാണോ? ആദ്യമായിട്ട് പായസം ഉണ്ടാക്കണം. ആദ്യമായിട്ട് അത് ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാറുണ്ട്. അമ്മ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് അച്ഛൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. പൊന്നുകുട്ടൻ ഒരു പെർഫ്യൂമാണ് ഗിഫ്റ്റ് കൊടുത്തത്. ആ തുള്ളിച്ചാടിയുള്ള വരവ് കണ്ടില്ലേ? ഞാൻ കൊടുത്തത് ഈ ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ് ഇത്. എൻ്റെ ഫ്രണ്ടാണ് കരുണ. എനിക്ക് പുറത്തുപോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഈവനിങ്ങിൽ തന്നെ അവൾ വാങ്ങി അമ്മ കാണാതെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയതാണ്. എന്നിട്ട് അവൾ രാത്രി ഒന്നുകൂടെ വന്നതാണ്. അവളുടെ അനിയനുമായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഞാൻ എൻ്റെ പായസം കൊടുത്തു. എല്ലാവർക്കും പായസത്തെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അച്ഛനാണെങ്കിൽ എക്സ്പ്രഷൻ കണ്ടില്ലേ? അച്ഛന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പൊന്നൂനും കരുണയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ വളരെ കുറച്ച് കഴിച്ചുള്ളൂ. എനിക്ക് ഷുഗർ അധികം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട്. അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.